إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഭയപ്പെട്ട് ജീവിക്കണമേ എന്ന് ആമുഖമായി ഉണർത്തുകയാണ്, വസിയ്യത്ത് നൽകുകയാണ്. നമ്മളെല്ലാവരും മുഹറം മാസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇതോടുകൂടി ഒരു പുതിയ വർഷം ആരംഭിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നിന്നും ഒരു വർഷം കഴിഞ്ഞുപോയിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ നിന്നും, നമ്മുടെ ആയുസ്സിൽ നിന്നും ഒരു വർഷം കുറഞ്ഞു പോയിരിക്കുന്നു. അഥവാ നമ്മുടെ മരണത്തിലേക്ക്, ഖബറിലേക്ക് ഒരു വർഷം കൂടി നമ്മൾ അടുത്തിരിക്കുന്നു എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഈ ഒരു സാഹചര്യത്തിൽ ഓരോ വർഷവും കച്ചവടക്കാർ അവരുടെ കച്ചവടത്തിന്റെ കണക്കുകൾ പരിശോധിക്കുകയും അവരുടെ കച്ചവടം ചിട്ടപ്പെടുത്തുകയും ചെയ്യുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ നന്മകളും തിന്മകളും അതിന്റെ കണക്കുകൾ നോക്കുകയും വരുന്ന ദിവസങ്ങളിൽ, വരുന്ന ദിനരാത്രങ്ങളിൽ നന്മകളിൽ മുന്നേറി ജീവിതം ചിട്ടപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത്. കഴിഞ്ഞുപോയ തിന്മകൾ, അതിൽ നിന്ന് തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് ആത്മാർത്ഥമായി ഖേദിച്ചു മടങ്ങുക, നന്മകളിൽ മുന്നേറുക. അള്ളാഹു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്. ഒരു വർഷം ജീവിതത്തിൽ നിന്ന് കടന്നു പോകുമ്പോൾ എന്താണ് പരലോകത്തിന് വേണ്ടി, നാളേക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന് ഓരോ നഫ്സും പരിശോധിച്ചു കൊള്ളട്ടെ എന്നാണ് നാം പരിശോധിക്കുക. എവിടെയാണ് നമുക്ക് പിഴവുകൾ ഉള്ളത് എന്ന് കണ്ടെത്തുക, നന്മകളിൽ മുന്നേറുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മുഹറം മാസം ഒരുപാട് ചരിത്രങ്ങൾക്ക്, ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷിയായ മാസമാണ്. മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഫിർഔനിൽ നിന്നും അവന്റെ കിങ്കരന്മാരിൽ നിന്നും അള്ളാഹു രക്ഷപ്പെടുത്തുകയും ഫിർഔനിനെയും അവന്റെ കൂട്ടാളികളെയും കടലിൽ മുക്കിക്കൊല്ലുകയും ചെയ്ത ചരിത്രം, അത് മുഹറം മാസത്തിന്റെ ചരിത്രങ്ങളിൽ ഒന്നാണ്. അൻജല്ലാഹു ഫീഹി മൂസ വഖൗമഹു വഗറഖ ഫിർഔന വഖൗമഹു. മൂസാ നബിയെയും അദ്ദേഹത്തിൽ വിശ്വസിച്ച മുഅ്മിനീങ്ങളെയും അല്ലാഹു രക്ഷിച്ചു. അവരെ വധിക്കുവാൻ, അവരെ നശിപ്പിക്കുവാൻ അവരുടെ പിന്നിൽ കൂടിയ ഫിർഔനിനെയും അവന്റെ ആളുകളെയും അല്ലാഹു മുക്കിക്കൊന്നു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം
അതിനുള്ള നന്ദിയായി അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി മുഹറം 10 നോമ്പ് അനുഷ്ഠിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞതായി കാണാം, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുമായി ജൂതന്മാർക്കും നസ്രാണിമാർക്കുമുള്ള അതിനേക്കാൾ അടുപ്പമാണ് നമുക്ക് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോടുള്ളത്. അതുകൊണ്ട് മുഹറം 10 അള്ളാഹുവിനോടുള്ള ശുക്രെന്നോണം നമ്മൾ നോമ്പനുഷ്ഠിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജൂതന്മാരോട് എതിരാകുന്നതിന് വേണ്ടി ലഇൻ ഇശ്തു ഇലൽ ഖാബിൽ, അടുത്ത വർഷം ഞാൻ ജീവിക്കുകയാണ് എങ്കിൽ ലഅസൂമന്ന താസിഅ, മുഹറം 9 കൂടി ഞാൻ നോമ്പനുഷ്ഠിക്കുന്നതാണ്. അപ്പൊ മുഹറം 9 മുഹറം 10 നോമ്പനുഷ്ഠിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്തായ കാര്യമാണ്. മുഹറം 10 നോമ്പിന്റെ ശ്രേഷ്ഠതയായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അത് ഒരു വർഷത്തെ പാപങ്ങൾ അതിനുള്ള പ്രായശ്ചിത്തമാണ്. ഒരു വർഷത്തെ പാപം അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹറം 10 നോമ്പിലൂടെ പുറത്തു തരുന്നതാണ്. മാത്രമല്ല മുഹറം മാസത്തിലെ നോമ്പിന് പ്രത്യേകം ശ്രേഷ്ഠതയുണ്ട്. അഫ്ദലുസ് സിയാമി ബഅദ റമദാൻ സിയാമു ശഹ്രില്ലാഹിൽ മുഹറം, റമളാനിന് ശേഷം ഏറ്റവും ഉത്തമമായ നോമ്പ് അത് അല്ലാഹുവിന്റെ മാസമായ മുഹറത്തിലെ നോമ്പാണ്. അതുകൊണ്ട് ഈ നോമ്പുകൾ അനുഷ്ഠിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കുകയും പ്രോത്സാഹിക്കുകയും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മുഹറം മാസത്തിൽ നടന്ന മറ്റൊരു ചരിത്രമാണ് ഓരോ മുസ്ലിമിന്റെയും ഹൃദയങ്ങളെ പിടിച്ചുകുലുക്കുന്ന, വേദനയിലാഴ്ത്തുന്ന മഹാനായ ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹുവിന്റെ കൊലപാതകത്തിന്റെ ചരിത്രം. കർബല എന്ന് പേര് വിളിക്കപ്പെടുന്ന ഒരു നാടുമായി ബന്ധപ്പെട്ട ചരിത്രം. കർബല എന്ന നാട് ഇസ്ലാമിക ചരിത്രത്തിൽ ഇടം നേടിയ മുൻപ് കാലഘട്ടങ്ങളിൽ നീനവ എന്ന പേര് വിളിക്കപ്പെട്ട ഒരു നാടായിരുന്നു. ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ പേരമകനാണ്. ഇബ്നു ഖിത്അതു കബിദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരളിന്റെ കഷ്ടമായ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെയും അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെയും മകനാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹു. ഹിജ്റ 4-ാം വർഷമാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹക്കും അലി റളിയല്ലാഹു അൻഹുവിനും ഒരു മകൻ ജനിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹുസൈൻ എന്ന പേര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നൽകിയിട്ടുള്ളത്. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കൊലപ്പെടുത്തിയത് കൂഫയിലെ ഇറാഖിലെ ഷിയാക്കളാണ്. ആ ഷിയാക്കൾ പിൽക്കാലത്ത് ഒരിക്കൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, കൊതുകിനെ കൊല്ലുന്നതിന്റെ വിധി എന്താ? ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അത്ഭുതത്തോട് ചോദിച്ചു, കൊതുകിനെ കൊല്ലുന്നതിന്റെ വിധി ചോദിക്കാൻ നിങ്ങളാരാണ്? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരമകനെ നിഷ്കരുണം കൊല ചെയ്ത നിങ്ങൾക്ക് ഒരു കൊതുകിനെ കൊല്ലുന്നതിന്റെ വിധി ചോദിക്കാൻ എന്തർഹതയാണുള്ളത്? എന്നിട്ട് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വാചകം പറഞ്ഞു കൊടുത്തു, ഹുമാ റൈഹാനതായ ഫിദ്ദുനിയ, ദുനിയാവിൽ എന്റെ 2 സുഗന്ധപ്പൂക്കളായിരുന്നു ഹസനും ഹുസൈനും റളിയല്ലാഹു അൻഹുമാ. ഇവരിൽ 2 പേരെയും നിഷ്കരുണം പീഡിപ്പിക്കുകയും ആക്രമിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്ത കൂഫക്കാർ അവർ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഹസനും ഹുസൈനും ദുനിയാവിലെ എന്റെ സുഗന്ധപ്പൂക്കളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സയ്യിദ ശബാബി അഹ്ലിൽ ജന്ന, ഹസനും ഹുസൈനും
സ്വർഗത്തിലെ യുവാക്കളുടെ നേതാക്കന്മാരാണ്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പുതപ്പ് അദ്ദേഹത്തിന്റെ തലയുടെ മുകളിലൂടെ ഇങ്ങനെ വിരിച്ചു പിടിച്ചു. എന്നിട്ട് ആ പുതപ്പിലേക്ക് അലി റളിയല്ലാഹു അൻഹുവിനെയും ഫാത്തിമ റളിയല്ലാഹു അൻഹയെയും ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയെയും പ്രവേശിപ്പിച്ചു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുമ്മ ഹൗലാഇ അഹ്ലു ബൈതി വഖാസതി. അല്ലാഹുവേ, എന്റെ ഏറ്റവും പ്രധാനപ്പെട്ട, എന്റെ ഏറ്റവും പ്രത്യേകക്കാരായ എന്റെ അഹ്ലുബൈത്തുകാരാണിവർ, എന്റെ കുടുംബക്കാരാണിവർ. അതുകൊണ്ട് ഫഅദ്ഹിബ് അൻഹുമുർ റിജ്സ്, ഇവരിൽ നിന്ന് മാലിന്യങ്ങളെ, തിന്മകളെ അല്ലാഹുവേ നീ ശുദ്ധീകരിക്കണമേ. വതഹിർഹും തത്ഹീറ, സകല വൃത്തികേടുകളിൽ നിന്നും തിന്മകളിൽ നിന്നും അല്ലാഹുവേ ഇവരെ നീ ശുദ്ധീകരിക്കണമേ എന്ന പ്രാർത്ഥനയിൽ ഉൾപ്പെട്ട സഹാബിയാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് സ്നേഹിച്ച അവിടുത്തെ പേരമകൻ. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും ഒരു വലീമക്ക് വേണ്ടി പുറത്തേക്ക് ഇറങ്ങാൻ. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അങ്ങാടിയിൽ ചെറിയ കുട്ടികളോടൊപ്പം ഹുസൈൻ റളിയല്ലാഹു അൻഹു ഓടിക്കളിക്കുന്നത് കണ്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഇരുകരങ്ങളും നീട്ടി ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ മാടി വിളിച്ചു. ഹുസൈൻ റളിയല്ലാഹു അൻഹു ഓടി വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈകളുടെ അരികിലൂടെ പിടുത്തം കൊടുക്കാതെ വീണ്ടും തിരിച്ചോടി. അങ്ങനെ കുറച്ചു സമയം ഹുസൈൻ റളിയല്ലാഹു അൻഹു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കളിപ്പിച്ചു. അങ്ങനെ അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിനെ വാരിയെടുക്കുകയും അദ്ദേഹത്തിന്റെ കഴുത്തിലും കവിളിലുമായി ഒരുപാട് ചുംബനങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട് എന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരുപാട് ചുംബനങ്ങൾ ഏറ്റുവാങ്ങിയ സഹാബിയാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഹുസൈനും മിന്നി വ അന മിൻ ഹുസൈൻ. ഹുസൈൻ എന്നിൽ നിന്നാണ്, ഞാൻ ഹുസൈനിൽ നിന്നുമാണ്. എന്റെ സ്വന്തമാണ് ഹുസൈൻ, അവന്റെ സ്വന്തവുമാണ് ഞാൻ. അഹബ്ബല്ലാഹു മൻ അഹബ്ബ ഹുസൈൻ. ഹുസൈനിനെ ഇഷ്ടപ്പെട്ടവനെ അല്ലാഹു ഇഷ്ടപ്പെട്ടിരിക്കുന്നു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരുപാട് നന്മകളുടെ കേദാരമാണ് ഹുസൈൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും അഹ്ലുൽ ബൈത്തിനെയും സ്നേഹിക്കുക എന്നുള്ളത് ഈമാനിൽപ്പെട്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുൻകൂട്ടി തന്നെ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഷഹീദാകും, അവിടുന്ന് കൊല്ലപ്പെടും എന്ന് അറിയിച്ചിട്ടുണ്ട്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അതാനി ജിബ്രീലു അലൈഹി സലാം فأخبرني أن أمتي ستقتل بني هذا. ഒരിക്കൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്റെ അരികിൽ വന്നിട്ട് പറഞ്ഞു, ഹുസൈനിനെ താങ്കളുടെ ഉമ്മത്ത് വഴിയെ വധിക്കുന്നതാണ്, അവർ അദ്ദേഹത്തിനെ കൊലപ്പെടുത്തുന്നതാണ്. എന്നിട്ട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലെ, താങ്കൾക്ക് വേണമെങ്കിൽ ഹുസൈൻ കൊല്ലപ്പെടുന്ന ആ നാട്ടിലെ മണ്ണ് ഞാൻ കൊണ്ടുതരാം. എന്നിട്ട് കർബലയിലെ ചുവന്ന മണ്ണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് അദ്ദേഹം എത്തിച്ചു കൊടുക്കുകയും ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ആ മണ്ണ് ഒരു തുണിയിൽ പൊതിഞ്ഞു വെക്കുകയും ചെയ്തു എന്ന് സ്വഹാബത്ത് പറയാണ്. ഈ ഹദീസുകൾ റിവായത്ത് ചെയ്ത സ്വഹാബത്ത് പറയാണ്, ആ മണ്ണ് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്കറിയാമായിരുന്നു അത് കൂഫയിലെ, ഇറാഖിലെ കർബലയിലെ മണ്ണാണ് എന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു എന്നതാണ്. ഹുസൈൻ റളിയല്ലാഹു അൻഹു വധിക്കപ്പെടുന്നത് യസീദിന്റെ ഭരണകാലഘട്ടത്തിലാണ്. യസീദ് അദ്ദേഹം മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അൽ ഖിലാഫതു ബഅദി 30 സന ثم تكون മുൽക്ക്. ഖിലാഫത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ
നുബൂവത്ത് അനുസരിച്ചുകൊണ്ടുള്ള ഖിലാഫത്ത് കാലഘട്ടം 30 വർഷമാണ് ഉണ്ടായിരിക്കുക. ആ 30 വർഷത്തിന് ശേഷം പിന്നെയുള്ളത് രാജഭരണമായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ മുആവിയ റളിയല്ലാഹു അൻഹുവിനെ എതിർക്കുവാൻ, അദ്ദേഹത്തിന് ആക്ഷേപിക്കുവാൻ യാതൊരു നിർവാഹവുമില്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ച കാര്യമാണ് 30 വർഷത്തിന് ശേഷം പിന്നെ ഖിലാഫത്തല്ല മുൽക്കായിരിക്കും ഉണ്ടായിരിക്കുക എന്നുള്ളത്. അതുകൊണ്ട് മുആവിയ റളിയല്ലാഹു അൻഹു തന്റെ മകനെ ഭരണമേൽപ്പിച്ചതിന്റെ പേരിൽ അദ്ദേഹത്തിന് ആക്ഷേപിക്കുവാൻ പാടില്ല. അദ്ദേഹത്തിന് അതിന്റെ പേരിൽ ആക്ഷേപിക്കുന്ന കക്ഷികൾ നമ്മുടെ നാടുകളിലുണ്ട്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യമാണിത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഖിലാഫത്തിന്റെ 29 വർഷവും 6 മാസവും കഴിഞ്ഞപ്പോൾ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു മരണപ്പെട്ടു. ശേഷമുള്ള 6 മാസം ഭരണം നടത്തിയത് ഹസൻ റളിയല്ലാഹു അൻഹു. ഹസൻ റളിയല്ലാഹു അൻഹു ഹിജ്റ 40 മുആവിയ റളിയല്ലാഹു അൻഹുവിന് ഭരണം ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനെ ഹിജ്റ വർഷം 40 ഒരു റബീഉൽ അവ്വലിൽ മുആവിയ റളിയല്ലാഹു അൻഹു ഭരണം ഏറ്റെടുത്തു. എന്നിട്ട് ഹിജ്റ 60 അദ്ദേഹത്തിന്റെ അവസാന കാലഘട്ടത്തിൽ, മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ അവസാന കാലഘട്ടത്തിൽ തന്റെ മകനായ യസീദിനെ ഭരണം ഏൽപ്പിച്ചു കൊടുത്തു. മുആവിയ റളിയല്ലാഹു അൻഹു യസീദിനെ ഭരണം ഏൽപ്പിച്ചു കൊടുക്കുവാൻ വ്യക്തമായ ചില കാരണങ്ങൾ, വ്യക്തമായ അദ്ദേഹത്തിന്റെ ഇജ്തിഹാദിന്റെ ഫലമായി കൊണ്ടാണ്, അദ്ദേഹത്തിന്റെ ഗവേഷണത്തിന്റെ ഫലമായി കൊണ്ടാണ് മുആവിയ റളിയല്ലാഹു അൻഹു യസീദിന് ഭരണം കൈമാറുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിന് ശേഷം, അദ്ദേഹത്തിന്റെ കൊലപാതകത്തിന് ശേഷം മുസ്ലിം ഉമ്മത്തിൽ ആഭ്യന്തര കലാപങ്ങൾ അതുണ്ടായിക്കൊണ്ടേയിരുന്നു. ജമൽ സിഫീൻ യുദ്ധങ്ങൾ പോലെയുള്ള യുദ്ധങ്ങൾ, കലഹങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരുന്നു. അതുകൊണ്ട് മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ മരണശേഷം അതുപോലെയുള്ള യുദ്ധങ്ങൾ, കലഹങ്ങൾ, രക്തപ്പുഴകൾ ഒഴുകൽ, ഇതുപോലെയുള്ള കാര്യങ്ങൾ അത് സംഭവിക്കാൻ പാടില്ല എന്ന നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് യസീദിനെ ഖലീഫയാക്കിയത് അതുകൊണ്ടാണ്. മാത്രവുമല്ല, ആ സന്ദർഭത്തിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ വധത്തിന് ശേഷമുള്ള ഇത്തരം കുഴപ്പങ്ങൾ ഭയന്നുകൊണ്ട് യസീദിന് ഭരണം ഏൽപ്പിച്ചു. മാത്രമല്ല, സിറിയക്കാരായ ആളുകൾ അവരുടെ പിന്തുണ ലഭിക്കണമെങ്കിൽ യസീദിനെ തന്നെ ഭരണം ഏൽപ്പിക്കണമായിരുന്നു. കാരണം യസീദിനെ സംബന്ധിച്ചിടത്തോളം, സിറിയക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം യസീദിനെ അവർക്ക് വലിയ മതിപ്പായിരുന്നു ഉണ്ടായിരുന്നത്. യസീദ് അല്ലാത്തൊരു വ്യക്തി ഭരണത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, മറ്റൊരു പ്രവിശ്യയിലുള്ള ഒരാൾ ഭരണത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ സിറിയക്കാരിടയും. അന്ന് ഇസ്ലാമിന്റെ ശക്തി അത് കൂടുതലായി ഉണ്ടായിരുന്നത് സിറിയയിലായിരുന്നു എന്നതുകൊണ്ടും, യസീദ് അല്ലാത്ത ഒരാൾ ഭരണത്തിലേക്ക് വന്നാൽ വലിയ കലാപങ്ങൾ ഉണ്ടാകും എന്നതുകൊണ്ടും, യസീദിന് മുൻപ് സൈനികമായ കാര്യങ്ങളിലും യുദ്ധങ്ങളിലും പരിചയമുള്ളത് കൊണ്ടും മകനായ യസീദിനെ മുആവിയ റളിയല്ലാഹു അൻഹു ഖലീഫയാക്കിയത്. ഇതാണ് മുആവിയ റളിയല്ലാഹു അൻഹു യസീദിന് ഭരണം ഏൽപ്പിക്കാനുള്ള കാര്യം. അത് അദ്ദേഹത്തിന്റെ ഇജ്തിഹാദായിരുന്നു. എന്നാൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഇത് അംഗീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ഹസൻ റളിയല്ലാഹു അൻഹു മുആവിയ റളിയല്ലാഹു അൻഹുവിനെ ഭരണമേൽപ്പിക്കുമ്പോൾ ഒരു കരാറുണ്ടായിരുന്നു. അടുത്ത ഖലീഫ, ആ ഖലീഫയെ തെരഞ്ഞെടുക്കേണ്ടത് ജനങ്ങളെല്ലാവരും ഒരുമിച്ച് നിന്ന് തെരഞ്ഞെടുക്കേണ്ടതാണ് എന്നൊരു കരാറുണ്ടായിരുന്നു. എന്നാൽ മുആവിയ റളിയല്ലാഹു അൻഹു യസീദിനെ ഭരണമേൽപ്പിച്ചതോടുകൂടി ആ കരാർ ഇല്ലാതെയായി. മാത്രമല്ല, മുതിർന്ന സഹാബികൾ ഉണ്ടായിരുന്നു. യസീദിനേക്കാൾ എന്തുകൊണ്ടും ഖലീഫയാകുവാൻ യോഗ്യതയുള്ള
അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ പോലെ, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലെ, ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള മുതിർന്ന സ്വഹാബികൾ ഉണ്ടായിരിക്കെയാണ് യസീദ് ഖലീഫയാകുന്നത്. ഇതുകൊണ്ടൊക്കെ ഹുസൈൻ റളിയല്ലാഹു അൻഹു ആ ഖിലാഫത്ത് അംഗീകരിച്ചില്ല. അങ്ങനെ യസീദ് അദ്ദേഹം ഭരണമേറ്റെടുത്തു. അദ്ദേഹം ഭരണമേറ്റെടുത്ത ഉടനെ തന്നെ മദീനയിലെ ഗവർണർക്ക് അദ്ദേഹം കത്തയച്ചു. എന്നെ ഖലീഫയായി അംഗീകരിക്കാത്ത ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ പോലെ, അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള മദീനയിലുള്ള ആളുകളിൽ നിന്ന് എത്രയും പെട്ടെന്ന് ബൈഅത്ത് വാങ്ങിക്കണം, അത് കർശനമായി തന്നെ പാലിക്കണം. ബൈഅത്ത് വാങ്ങിക്കണമെന്ന കാര്യം കർശനമായതോടുകൂടി അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവും ഹുസൈൻ റളിയല്ലാഹു അൻഹുവും മദീനയിൽ നിന്ന് സുരക്ഷിതമായ സ്ഥലമായ മക്കയിലേക്ക് പോയി. അങ്ങനെയിരിക്കെ ഇറാഖിലെ കൂഫക്കാരായ ഷിയാക്കൾ ഈ വിവരം അറിഞ്ഞു. യസീദിനെ ഖലീഫയാക്കിയത് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് തൃപ്തിപ്പെട്ടിട്ടില്ല, അത് അദ്ദേഹം അംഗീകരിച്ചിട്ടില്ല. എന്നിട്ട് അദ്ദേഹം മക്കയിലേക്ക് തിരിച്ചു പോയിട്ടുള്ള വിവരം കൂഫയിലെ ഷിയാക്കൾ ഇതറിഞ്ഞു. ഈ അവസരം മുതലാക്കി കൂഫയിലെ ആളുകൾ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കൂഫയിലേക്ക് വിളിക്കാൻ തുടങ്ങി. നിങ്ങൾ വരൂ, ഞങ്ങൾക്കും യസീദിനെ ഖലീഫയായി അംഗീകരിക്കാൻ സാധിക്കുകയില്ല, നിങ്ങൾ കൂഫയിലേക്ക് വരണം, ഞങ്ങൾ നിങ്ങളെ മാത്രമാണ്, താങ്കളെ മാത്രമാണ് ഖലീഫയായി അംഗീകരിക്കുകയുള്ളൂ. യസീദിന്റെ ഗവർണറായ ഉബൈദ് ഇബ്നു സിയാദ്, അയാളുടെ പിന്നിൽ ഞങ്ങൾ ജുമായയോ പെരുന്നാളോ ഒന്നും നിസ്കരിക്കൂല, അതുകൊണ്ട് താങ്കൾ വരണം, താങ്കൾ വന്ന് ഞങ്ങളുടെ അമീറാകണം. താങ്കൾ വന്നിട്ടില്ല എങ്കിൽ നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ മുന്നിൽ താങ്കളോട് ഞങ്ങൾ തർക്കിക്കും. ശക്തമായ സമ്മർദ്ദം ഉണ്ടായി. ഹുസൈൻ റളിയല്ലാഹു അൻഹു വരില്ല എന്ന് പറഞ്ഞു. വരില്ല എന്ന് പറഞ്ഞപ്പോൾ ചാക്കുകണക്കിന് കത്തുകൾ അയച്ച് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ അവർ കൂഫയിലേക്ക് ക്ഷണിച്ചുകൊണ്ടേയിരുന്നു. 18,000 വരുന്ന കത്തുകൾ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിലേക്ക് മക്കയിലേക്ക് എത്തിക്കൊണ്ടേയിരുന്നു. എല്ലാ കത്തിലുമുള്ള രത്നച്ചുരുക്കം, ഹുസൈൻ താങ്കൾ കൂഫയിലേക്ക് വരണം, ഇവിടെ 1,00,000 ആളുകൾ താങ്കൾക്ക് ബൈഅത്ത് നൽകുവാൻ ഒരുങ്ങിയിരിക്കുകയാണ് എന്നതായിരുന്നു അവർ പറഞ്ഞ ന്യായം. അവർ ക്ഷണിക്കുന്നതിനുള്ള കാരണമായി പറഞ്ഞത് അതാണ്. എന്നാൽ ഈ ക്ഷണം, ഈ കത്തുകൾ അയക്കൽ അത് വെറും ചതി ആവർത്തിക്കുന്നതിന്റെ തുടക്കമായിരുന്നു എന്നുള്ളതാണ്. കൂഫക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചരിത്രം, ഇറാഖിന്റെ ചരിത്രം വഞ്ചന നിറഞ്ഞ ചരിത്രമായിരുന്നു. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ നിഷ്കരണം കൊലപ്പെടുത്തുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ സഹോദരനായ ഹസനെയും അദ്ദേഹത്തിന്റെ പിതാവായ അലിയെയും നിഷ്കരുണം പീഡിപ്പിച്ചവർ കൂഫക്കാരാണ്. ആ ചതി ആവർത്തിക്കുന്നതിന്റെ പേരിൽ, ആവർത്തിക്കുന്നതിന് വേണ്ടി അവർ വീണ്ടും ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ അങ്ങോട്ടേക്ക് വിളിക്കുകയായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം നിസ്കരിക്കുമ്പോൾ അദ്ദേഹത്തിനെ കുത്തിപ്പരിക്കേൽപ്പിച്ചത് ഈ പറഞ്ഞ കൂഫക്കാരാണ്. അങ്ങനെ സമ്മർദ്ദത്തിനൊടുവിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ശരി, ഞാൻ കാര്യങ്ങൾ അന്വേഷിക്കട്ടെ, കാര്യങ്ങൾ അന്വേഷിച്ചതിന് ശേഷം ഞാൻ അങ്ങോട്ടേക്ക് വരാം. അതിനായി കാര്യങ്ങൾ അന്വേഷിക്കുന്നതിനു വേണ്ടി തന്റെ കുടുംബക്കാരനായ പിതൃവ്യപുത്രനായ മുസ്ലിം ഇബ്നു അഖീലിനെ അദ്ദേഹം കൂഫയിലേക്ക് അയച്ചു. മുസ്ലിം ഇബ്നു അഖീൽ അവിടെ അന്വേഷിച്ചു, കൂഫയിലേക്ക് പോയി അവരോട് കാര്യങ്ങൾ സംസാരിച്ചു. അപ്പൊ കത്തിലുള്ളത് യാഥാർത്ഥ്യമാണ്. ഇവിടെ എല്ലാവരും ഹുസൈൻ റളിയല്ലാഹു അൻഹു ബൈഅത്ത് ചെയ്യുന്നതിനു വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ്. 18,000-ഓളം ആളുകൾ അപ്പോൾ തന്നെ ഞങ്ങൾ ബൈഅത്ത് ചെയ്യുമെന്ന് ഉറപ്പു നൽകി. അങ്ങനെ മുസ്ലിം ഇബ്നു അഖീൽ അദ്ദേഹം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് കത്തയച്ചു, താങ്കൾ ഇങ്ങോട്ട് വരിക, ഇവിടെ മണ്ണ് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കും, താങ്കൾക്ക് വേണ്ടി ബൈഅത്ത് ചെയ്യുവാൻ ഇവിടെ മണ്ണ് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് മുസ്ലിം ഇബ്നു അഖീൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിലേക്ക് കത്തയച്ചു.
ഹുസൈൻ റളിയല്ലാഹു ഹജ്ജ് കർമ്മത്തിനിടയിലായിരുന്നു ഈ കത്ത് ലഭിക്കുന്നത്. കത്ത് വായിച്ച ഉടനെ ഹുസൈൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം കൂഫയിലേക്ക് പുറപ്പെട്ടു. കൂഫയിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് മഹാന്മാരായ മുതിർന്ന സഹാബികൾ അവരോട് കൂടിയാലോചിച്ചു. എനിക്കിതാ വിളി വന്നിട്ടുണ്ട്, ഞാൻ പോവുകയാണ്, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ശക്തമായി വിലക്കി. അദ്ദേഹം പറഞ്ഞു, ഹുസൈൻ, താങ്കൾ ഒരിക്കലും പോകരുത്. യബ്ന ബിൻതി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ മകളുടെ മകനെ, ഇന്നഹും ലയൻസുറൂനക, കൂഫക്കാർ ഒരിക്കലും താങ്കളെ സഹായിക്കുകയില്ല. താങ്കളുടെ പിതാവിനെ വധിച്ചവരാണവർ, താങ്കളുടെ സഹോദരനെ പീഡിപ്പിച്ചവരാണവർ, അവർ ചതിയന്മാരാണ്. അതുകൊണ്ട് അവരെ വിശ്വസിക്കരുത്, താങ്കൾ പോകരുത് എന്ന് മദീനയുടെ അതിർത്തി വരെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിനോട് പറഞ്ഞുകൊണ്ടിരുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു നോക്കി, പോകരുത്, അവര് ചതിയന്മാരാണ്. ഹുസൈൻ റളിയല്ലാഹു അൻഹു സമ്മതിച്ചില്ല. അവസാനം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, താങ്കൾ പോകുന്നു എങ്കിൽ ഒറ്റക്ക് പോകുക, താങ്കൾ ഒരിക്കലും കുടുംബത്തിനെ കൊണ്ടുപോകരുത്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ ഭാര്യമാരോടൊപ്പം തന്റെ മക്കളുടെ മുന്നിൽ വെച്ച് കൊന്നുകളയുന്നത്, ആ ഒരു അവസ്ഥ നിങ്ങളിൽ ഞാൻ ഭയക്കുന്നു. അതുകൊണ്ട് ഹുസൈൻ, ഉസ്മാനെ പോലെയുള്ള ഒരു അവസ്ഥ താങ്കൾക്കുണ്ടാകുമെന്ന് ഞാൻ ഭയക്കുന്നു. താങ്കൾ പോകുന്നെങ്കിൽ ഒറ്റക്ക് പോവുക. അദ്ദേഹത്തിലേക്ക് ഒരു സ്വഹാബി വനിതയുടെ കത്ത് വരികയാണ്. അദ്ദേഹം പോകാൻ പുറപ്പെടുമ്പോൾ ആ കത്തിലുള്ളത്, ഹുസൈൻ, താങ്കൾ ഒരിക്കലും പോകരുത്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്, താങ്കൾ മരിക്കുന്നത് ബാബിലാണ് എന്നുള്ളത്. താങ്കൾ ഷഹീദാകുന്ന മണ്ണ് അത് ബാബിലാണ് എന്ന് ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കേട്ടിട്ടുണ്ട്. ബാബിൽ എന്ന് പറഞ്ഞാൽ ഇറാഖിലെ സ്ഥലമാണ്. ഹുസൈൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹു എനിക്ക് നിശ്ചയിച്ചത് രക്തസാക്ഷിത്വമാണ് എങ്കിൽ, ഷഹാദത്താണ് എങ്കിൽ ഞാൻ എന്തുകൊണ്ട് വൈകിക്കണം? അദ്ദേഹത്തിന്റെ തീരുമാനം ഒരിക്കലും ആക്ഷേപിക്കപ്പെടാൻ പാടില്ല. കാരണം അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹീദാകുന്നതിന് വേണ്ടി അദ്ദേഹം ധൃതി കൂട്ടുകയായിരുന്നു എന്നുള്ളത്. അങ്ങനെ അദ്ദേഹം കൂഫയിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ കൂഫയിലെ യസീദിന്റെ ഗവർണർ ഉബൈദുല്ലാഹ് ഇബ്നു സിയാദ് കൂഫക്കാരായ ഷിയാക്കളിലെ ഗോത്രത്തലവന്മാരെ പേടിപ്പിച്ചു നിർത്തി. നിങ്ങൾ എങ്ങാനും ഹുസൈനിനെ ബൈഅത്ത് ചെയ്താൽ നിങ്ങളെ നശിപ്പിക്കുന്നതാണ്, നിങ്ങൾ പല പീഡനങ്ങളും നേരിടേണ്ടി വരും എന്ന് പറഞ്ഞ് പേടിപ്പിച്ചപ്പോൾ ആയിരക്കണക്കിന് കത്തെഴുതിയ ഷിയാക്കൾ, കൂഫക്കാർ ഒരൊറ്റ രാത്രി കൊണ്ട് അവർ കാലുമാറി ചതിക്കാൻ തയ്യാറായി. അവർ ചതിച്ചതോടുകൂടി ഹുസൈൻ റളിയല്ലാഹു അൻഹു കാര്യങ്ങൾ അന്വേഷിക്കാൻ പറഞ്ഞയച്ച മുസ്ലിം ഇബ്നു അഖീൽ അദ്ദേഹം തെരുവിലായി. അദ്ദേഹം തെരുവിൽ അലഞ്ഞു നടക്കുന്നത് കണ്ട ആളുകൾ, ഷിയാക്കൾ കത്തയച്ച ആളുകൾ ഗവർണറുടെ സൈന്യത്തിന് അദ്ദേഹത്തിന്റെ കാര്യം ഒറ്റിക്കൊടുക്കുകയും 1000-ൽ പരം വരുന്ന സൈനികർ വന്ന് മുസ്ലിം ഇബ്നു അഖീലിനെയും അദ്ദേഹത്തിന്റെ കൂടെ വന്ന 2 ആളുകളെയും നിഷ്കരുണം ജനങ്ങൾക്ക് മുന്നിൽ കൊല ചെയ്തു. ഇതൊന്നും ഹുസൈൻ റളിയല്ലാഹു അൻഹു അറിയുന്നില്ല. അദ്ദേഹം യാത്രക്കിടയിൽ കർബല എത്തുന്നതിന് മുൻപ് മുസ്ലിം ഇബ്നു അഖീൽ കൊല്ലപ്പെട്ട വിവരം അദ്ദേഹത്തിലേക്ക് എത്തി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, മുസ്ലിം ഇബ്നു അഖീൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് തിരിച്ചു മടങ്ങാനുള്ള ആളുകൾക്ക് പോകാം. നമ്മളെ ക്ഷണിച്ചു വരുത്തിയ ആളുകൾ നമ്മളെ ചതിച്ചിട്ടുണ്ട്, അതുകൊണ്ട് പോകേണ്ട ആളുകൾക്ക് പോകാം. അങ്ങനെ കുറച്ചാളുകൾ തിരിച്ചുപോയി. എന്നാൽ മുസ്ലിം ഇബ്നു അഖീലിന്റെ ആളുകൾ, അദ്ദേഹത്തിന്റെ കുടുംബക്കാർ പറഞ്ഞു, ഇല്ല, ഒരു കരാറിൽ ഏർപ്പെടണം. മുസ്ലിമിന് വേണ്ടി പ്രതികാരം ചെയ്യാതെ അദ്ദേഹത്തിന് വേണ്ടി മരിക്കേണ്ടി വന്നാൽ മരിക്കാതെ ഞങ്ങൾ പുറകോട്ട് പോവുകയും. ഹുസൈൻ റളിയല്ലാഹു അൻഹു ഒരു സ്ഥലത്തെത്തിയപ്പോ ചോദിച്ചു, ഇതേതാണ് സ്ഥലം? അവർ പറഞ്ഞു, ഇത് കർബലയാണ്. അദ്ദേഹം പറഞ്ഞു, ഖർബുൻ വബല, ഇത് കർബലയാണെങ്കിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് പരീക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളുമാണ് നേരിടാം.
കുറച്ചുകൂടി നീങ്ങിയപ്പോൾ മുസ്ലിം മരിക്കുന്നതിന് മുമ്പ് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് അയച്ച കത്ത് ലഭിച്ചു. അദ്ദേഹം അതിൽ പറയുന്നുണ്ട്, കൂഫക്കാർ നമ്മളെ ചതിച്ചിരിക്കുന്നു, നിങ്ങൾ പുറകോട്ട് പോയിക്കൊള്ളു. കത്തിനെ കുറിച്ച് കുടുംബക്കാരോട് പറഞ്ഞപ്പോൾ അവർ മുൻപ് ചെയ്ത കരാറിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തി. മുസ്ലിമിന് വേണ്ടി പ്രതികാരം ചെയ്യാതെ മരിക്കേണ്ടി വന്നാൽ മരിക്കാതെ ഞങ്ങൾ പിന്നോട്ട് പോവുകയില്ല. അങ്ങനെ കർബലയിലേക്ക് എത്തുമ്പോൾ, കുറച്ചുകൂടി മുന്നോട്ട് നീങ്ങുമ്പോൾ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കത്തയച്ച് വിളിച്ചു വരുത്തിയ അതേ ആളുകൾ, അതേ ഷിയാക്കൾ തനിക്ക് നേരെ വാൾ ഉയർത്തി ആക്രോശിച്ചു വരുന്ന കാഴ്ചയാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹു കാണുന്നത്. ഹുസൈൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ കത്തയച്ചു കൊണ്ടാണ് ഞാൻ വന്നത്. അവർ നിഷേധിച്ചു, കളവർ, ഞങ്ങൾ അങ്ങനെ ഒരു കത്തന്നെ അയച്ചിട്ടില്ല, ഞങ്ങളങ്ങനെ കത്തയച്ചിട്ടില്ല. അങ്ങനെ അദ്ദേഹം 1-2 കത്തുകൾ കാണിച്ചു കൊടുത്തു. അവർ തൽക്കാലം ഒന്ന് അടങ്ങി. അങ്ങനെ ആ കൂഫയിലെ ഗവർണറായ ഉബൈദുല്ലാഹി ഇബ്നു സിയാദ് അദ്ദേഹം 4000-ൽ വരുന്ന സൈന്യത്തെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിലേക്ക് അയച്ചു. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിലേക്ക് അവർ 4000-ൽ പരം വരുന്ന സൈന്യത്തിലെ ആളുകളെ അയച്ചു. ആ സൈന്യത്തിന്റെ തലവൻ ഉമർ എന്ന് പേരുള്ളയാളായിരുന്നു. അദ്ദേഹം ഒന്ന് സന്ധി സംഭാഷണങ്ങൾ നടത്തി. ഹുസൈൻ റളിയല്ലാഹു അൻഹു പ്രശ്നങ്ങളില്ലാതെ പരിഹരിച്ച് നല്ല രൂപത്തിൽ മുന്നോട്ട് പോകുവാൻ 3 നിബന്ധനകൾ അവരുടെ മുന്നിൽ വെച്ചു. ഒന്നാമത്തെ നിബന്ധന, ഞാൻ മക്കയിലേക്ക് തിരിച്ചു പോകാം, എന്നെ മക്കയിലേക്ക് തിരിച്ചു പോകാൻ അനുവദിക്കണം, ഞാനൊരു പ്രശ്നത്തിനുമില്ല. രണ്ടാമത്തേത്, യസീദിനെ നേരിട്ട് കാണാൻ എന്നെ അനുവദിക്കണം, നേരിട്ട് കാണാൻ അനുവദിച്ചാൽ ഞാൻ യസീദിനെ ബൈഅത്ത് ചെയ്യുന്നതാണ്. മൂന്നാമത്തേത്, ഞാൻ യൂഫ്രട്ടീസിന്റെ നദി അതിന്റെ തീരത്ത് അതിർത്തി കാവൽക്കാരനായി ജോലി ചെയ്തോളാം ബൈഅത്ത് ചെയ്തുകൊണ്ട്. ഇതിൽ 3-ൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ എനിക്ക് അനുവദിച്ചു തരണം. ഈ വിവരം സൈന്യത്തലവനായ ഉമർ ഉബൈദുല്ലാഹ് ഇബ്നു സിയാദ് എന്ന് പറയുന്ന ആളെ, ഗവർണറെ, യസീദിന്റെ കൂഫയിലെ ഗവർണറെ അറിയിച്ചു. എന്നാൽ ഉബൈദുല്ലാഹ് ഇബ്നു സിയാദിന് ഈ നിബന്ധനകൾ, അതിനെക്കുറിച്ച് യാതൊരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഉബൈദുല്ലാഹ് ഇബ്നു സിയാദിന്റെ സുഹൃത്തായ കൂഫയിലെ ഷിയാക്കളുടെ നേതാവായ, കുറച്ചു മുമ്പ് ഹുസൈൻ റളിയല്ലാഹു അൻഹു കത്തയച്ച് ക്ഷണിച്ചു വരുത്തിയ ആളുകളിൽ പ്രധാനിയായ ഷംർ എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞു, ഈ 3 നിബന്ധനകൾ അംഗീകരിക്കാൻ പാടില്ല. അയാൾ ഷിയയാണ്, അതുപോലെ തന്നെ ഈ ഗവർണറുടെ സുഹൃത്താണ്, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കത്തയച്ച് വിളിച്ചു വരുത്തിയ ആളുകളിൽ പ്രധാനിയാണ്. അയാൾ പറഞ്ഞു, ഈ 3 നിബന്ധനകളും അംഗീകരിക്കാൻ പാടില്ല, മറിച്ച് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ അടിമയാക്കണം, കീഴടങ്ങാൻ പറയണം എന്ന് പറഞ്ഞ് അവിടെ ഫിത്നയുണ്ടാക്കി. ഒരു കുഴപ്പവും ഉണ്ടാകാത്ത ഗവർണർക്കിടയിൽ ഫിത്നയുണ്ടാക്കി ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് നേരെ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടു, യുദ്ധം ചെയ്യാൻ വേണ്ടി തുടങ്ങി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരമകനാണ് ഞാൻ, എന്നോട് യുദ്ധം ചെയ്യുന്നത്, എന്റെ കുടുംബങ്ങളെ നിഷ്കരുണം കൊല ചെയ്യുന്നത്, നിങ്ങളൊന്ന് പുനർവിചിന്തനം ചെയ്യണം, നിങ്ങൾ ആലോചിക്കണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പേരമകനായ എന്നെ നിങ്ങൾ അടിമയാക്കുകയാണോ? അങ്ങനെ പലതും പറഞ്ഞു നോക്കി, അവർ അംഗീകരിച്ചില്ല. അങ്ങനെ യുദ്ധമുണ്ടായി, 2 ദിവസത്തോളം പോരാട്ടങ്ങൾ ഉണ്ടായി. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ഉണ്ടായിരുന്ന 72-ൽ പരം ആളുകൾ ഷഹീദായി. 18ഓളം അഹ്ലുൽ ബൈത്തിൽപ്പെട്ട ആളുകൾ ഷഹീദായി. മൊത്തത്തിൽ 72ഓളം ആളുകൾ ഷഹീദായി. ആദ്യ സന്ദർഭങ്ങളിലൊന്നും ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് നേരെ ആക്രമണം അഴിച്ചുവിടാൻ ആരും തയ്യാറായില്ല. എന്നാൽ ഈ ഷിയയായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കത്തയച്ച് വിളിച്ചു വരുത്തിയ ഷംർ എന്ന് പറയുന്ന
ഇവനാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ വെട്ടുന്നതിന് വേണ്ടി മുന്നോട്ട് വന്നത്. അവൻ വെട്ടുകയും ഹുസൈൻ റളിയല്ലാഹു അൻഹു ശംറിന്റെ വാളിന് ഇരയാവുകയും ചെയ്തു എന്നുള്ളതാണ്. അദ്ദേഹം പെടഞ്ഞു മരിച്ചു ഹുസൈൻ റളിയല്ലാഹു അൻഹു. അതിനുശേഷം ഷിയാക്കളിൽ തന്നെ പ്രധാനിയായ ഈ കത്തയച്ച ആളുകളിൽ പ്രമുഖനായ സിനാൻ ഇബ്നു അനസ് എന്ന് പറയുന്നവൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ തല വെട്ടിമാറ്റുകയാണ് ചെയ്തിട്ടുള്ളത്. ഇത്രയും ക്രൂരമായി നിഷ്കരുണം ഹുസൈൻ ഇബ്നു അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ ചതിച്ചു വിളിച്ചു വരുത്തി കൊല ചെയ്തതാണ് ഷിയാക്കൾ. ഈ ചതിയുടെ വഞ്ചനയുടെ ചരിത്രം ഇന്ന് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ചരിത്രത്തിന് ഷിയാക്കൾ ചരിത്രത്തിലും വഞ്ചന കാണിച്ചുകൊണ്ട് അവരുടെ വഞ്ചന മറച്ചു പിടിക്കുന്നതിനു വേണ്ടി ഇവരുടെ ഈ കുറ്റം, ഈ അപരാധം, ഇവർ ചെയ്ത ഈ അക്രമം അത് സ്വഹാബത്തിന്റെ പേരിൽ, മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ, സുന്നികളായ മുസ്ലിമീങ്ങളുടെ പേരിൽ ചാർത്തി വെക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുവാനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വഅഖൂലു മാ തസ്മഊൻ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസായിരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹുവിന്റെ മക്കളായ അലിയുൽ അക്ബർ, അബ്ദുള്ള എന്നിവരും ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോടൊപ്പം കർബലയിൽ ഷഹീദായി. അലിയുൽ അസ്ഗർ എന്ന മകൻ മാത്രമാണ് അവശേഷിച്ചത്. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ മക്കളിൽപ്പെട്ട അബൂബക്കർ, ഉസ്മാൻ, മുഹമ്മദ് എന്നിവരും അവിടെ ഷഹീദായി. ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ മക്കളായ ഔൻ, അബ്ദുള്ള എന്നീ മക്കളും അവിടെ കൊല്ലപ്പെട്ടു. എന്നാൽ ഈ നടന്ന വിവരങ്ങൾ, കൂഫയിൽ നടന്ന ഈ വിവരങ്ങൾ ഖലീഫയായ യസീദ് ഒന്നും അറിയുകയുണ്ടായിരുന്നില്ല. അദ്ദേഹം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കൊലപ്പെടുത്തുവാൻ കൽപ്പിച്ചിട്ടുമില്ല. തന്റെ ഗവർണറോട് പറഞ്ഞത് കൂഫക്കാരുമായി ഹുസൈൻ റളിയല്ലാഹു അൻഹു പ്രശ്നമുണ്ടാക്കാതെ നിങ്ങൾ ശ്രദ്ധിക്കണം, അതുപോലെ തന്നെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിങ്ങൾ ബൈഅത്ത് വാങ്ങണം. ഇത് മാത്രമാണ് യസീദ് ഗവർണറോട് കൽപ്പിച്ചിട്ടുള്ളത്. കൊല്ലുവാൻ യസീദ് ഒരിക്കലും കൽപ്പിച്ചിട്ടില്ല. എന്നാൽ ഷംറും സിനാൻ ഇബ്നു അനസും അതുപോലെ തന്നെ ഉബൈദുല്ലാഹ് ഇബ്നു സിയാദും ചെയ്ത ഈ അക്രമങ്ങൾ അത് ഒരിക്കലും യസീദിന്റെ അനുമതിയോടുകൂടിയോ അദ്ദേഹത്തിന്റെ അറിവോടുകൂടിയോ ആയിരുന്നില്ല. കാരണം അദ്ദേഹം ദിമഷ്കിലാണ്. ദിമഷ്കിലുള്ള അദ്ദേഹം കർബലയിൽ നടക്കുന്ന കാര്യങ്ങൾ അത് തത്സമയം ഒരിക്കലും അറിഞ്ഞിരുന്നില്ല. പിന്നീടാണ് അറിഞ്ഞിട്ടുള്ളത്. പിന്നീട് വെട്ടിമാറ്റിയ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ശിരസ് യസീദിന്റെ അരികിലേക്ക് കൊണ്ടുവരപ്പെട്ടു. അദ്ദേഹവും അവിടെയുണ്ടായിരുന്ന പണ്ഡിതന്മാരും ആ ശിരസ് കണ്ട്, ആ വെട്ടിമാറ്റപ്പെട്ട തല കണ്ട് കണ്ണീരൊഴുക്കുകയുണ്ടായി. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എത്ര ചുംബനങ്ങൾ ഏറ്റുവാങ്ങിയ ശിരസാണിത് എന്ന് പറഞ്ഞവർ കരയാൻ തുടങ്ങി. ഇതറിഞ്ഞ യസീദ് അപ്പോൾ തന്നെ പരസ്യമായി ഉബൈദുല്ലാഹ് ഇബ്നു സിയാദിനെതിരെ ശാപപ്രാർത്ഥന നടത്തി. നിങ്ങൾ ചെയ്ത ഈ കർമ്മങ്ങൾ ഒരിക്കലും പൊറുക്കപ്പെടുകയില്ല, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ശപിക്കട്ടെ എന്ന് പറഞ്ഞ് അപ്പോൾ തന്നെ തന്റെ ഗവർണറെ യസീദ് അവിടെ വെച്ച് ശപിക്കുകയുണ്ടായി. പിന്നീട് അതിനുശേഷം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബത്തോട് വളരെ മാന്യമായി കൊണ്ടാണ് അദ്ദേഹം പെരുമാറിയത് എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹുവിന്റെ കൊലപാതകം അതൊരിക്കലും യസീദിന്റെ കൽപ്പനയോടെ ആയിരുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. യസീദ് അദ്ദേഹത്തിന്റെ കൽപ്പനയോടുകൂടി അനുമതിയോടുകൂടിയല്ല
അദ്ദേഹത്തിന്റെ ഗവർണറും ആളുകളും അദ്ദേഹത്തിനെ വധിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിനെ കൊലപ്പെടുത്തിയ ഉബൈദുല്ലാഹ് ഇബ്നു സിയാദ് എന്ന യസീദിന്റെ ഗവർണർ പിന്നീട് എങ്ങനെയാണോ ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടത്, അതുപോലെ തന്നെയാണ് അയാളും അവനും കൊല്ലപ്പെട്ടിട്ടുള്ളത് എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് യസീദിനെ കുറിച്ച് നമ്മുടെ നിലപാട്, അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ നിലപാട് പണ്ഡിതന്മാർ വ്യക്തമായി വിശദീകരിച്ചിട്ടുണ്ട്. യസീദിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സ്വഹാബിയായിരുന്നില്ല. അദ്ദേഹം ജനിക്കുന്നത് തന്നെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്തിലാണ്. അദ്ദേഹം സ്വഹാബിയല്ല. അദ്ദേഹം ഒരു നല്ല വലിയുൻ സാലിഹുമായിരുന്നില്ല. എന്നാൽ അദ്ദേഹം കാഫിറും മുനാഫിഖുമായിരുന്നില്ല. അദ്ദേഹത്തിനെ കുറിച്ച് പണ്ഡിതന്മാർ പറയുന്നത് നമ്മളുടെ നിലപാടായി നമ്മൾ സ്വീകരിക്കേണ്ടത് ലാ നുഹിബ്ബുഹു വലാ നസുബ്ബുഹു. അദ്ദേഹത്തിനെ സ്നേഹിക്കാനും പോകേണ്ടതില്ല, അദ്ദേഹത്തിനെ ആക്ഷേപിക്കുവാനും പോകേണ്ടതില്ല. കാരണം അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടത്തിൽ മുസ്ലിമീങ്ങൾക്ക് വേദനയുണ്ടാകുന്ന പല കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നേരിട്ടിട്ടുള്ള കൽപ്പനയോടുകൂടിയല്ലാതെയും അദ്ദേഹത്തിന്റെ അനുമതിയോട് കൂടിയല്ല എങ്കിലും ഒരുപാട് വേദനാജനകമായ കാര്യങ്ങൾ മുസ്ലിം ഉമ്മത്തിന് അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിനെ സ്നേഹിക്കേണ്ടതില്ല. അതുപോലെ തന്നെ അദ്ദേഹത്തിനെ ആക്ഷേപിച്ച് അദ്ദേഹം മുനാഫിഖും കാഫിറുമാണെന്ന് പറയുവാനും പാടില്ല എന്ന് ഉലമാക്കൾ പറഞ്ഞതായി കാണാൻ സാധിക്കും. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം, ലാ തൻഖുസ് വലാ തസിദ്. നീ കുറക്കേണ്ടതുമില്ല, അധികരിപ്പിക്കേണ്ടതുമില്ല. അദ്ദേഹത്തിന് പുകഴ്ത്തി അദ്ദേഹം വലിയാണ് എന്ന രൂപത്തിൽ പുകഴ്ത്തി അതിരുകഴിയാനും പാടില്ല. അദ്ദേഹം കാഫിറും മുനാഫിഖുമാണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെ ആക്ഷേപിക്കുന്ന കാര്യത്തിലും അതിരുകഴിയുവാൻ പാടില്ല. ഇതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ ഉലമാക്കൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. എന്നാൽ യസീദ് അദ്ദേഹം സ്വഹാബി അല്ല എങ്കിൽ അദ്ദേഹത്തിന്റെ വാപ്പ മുആവിയ റളിയല്ലാഹു അൻഹു സ്വഹാബിയാണ്. മുആവിയ റളിയല്ലാഹു അൻഹു സ്വഹാബിയാണ്. അദ്ദേഹത്തിനെ സ്നേഹിക്കൽ ഈമാനിന്റെ ഭാഗമാണ്, അദ്ദേഹത്തിന് വെറുക്കൽ അത് കുഫ്റാണ്. കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. മുആവിയ റളിയല്ലാഹു അൻഹുവിനെ സ്നേഹിക്കുക എന്നുള്ളത് ഈമാനിന്റെ ഭാഗമാണ്, അദ്ദേഹത്തിന് വെറുക്കൽ നിഷിദ്ധമാണ്, അത് കുഫ്റാണ്. ഇതിനോട് ചേർത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങൾ, ചുരുക്കി പറഞ്ഞാൽ ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിനെ കൊലപ്പെടുത്തിയത് സ്വഹാബത്തല്ല, സ്വഹാബത്തിന്റെ കൈകളായിരുന്നില്ല അതിന് പിന്നിൽ. നേരെ മറിച്ച് ചതിയന്മാരും വഞ്ചകരുമായ ഷിയാക്കൾ, കൂഫയിലെ ഷിയാക്കൾ, അവരാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു വരുത്തി വഞ്ചിച്ച് കൊലപ്പെടുത്തിയത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു ഒരിക്കലും ഭരണം പിടിച്ചെടുക്കുവാൻ വേണ്ടി സ്വമേധയാ ഇറങ്ങിപ്പുറപ്പെട്ടതല്ല. സ്വയം ഇറങ്ങിപ്പുറപ്പെട്ട ഒരു വിപ്ലവകാരിയായിരുന്നില്ല ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു. ഷിയാക്കൾ ചിത്രീകരിക്കുന്നത് അങ്ങനെയാണ്, അവർ ചരിത്രത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നത് അങ്ങനെയാണ്. യസീദിനെതിരെ ഭരണം പിടിച്ചെടുക്കുവാൻ സ്വയം ഇറങ്ങിപ്പുറപ്പെട്ട് ഷഹീദായതാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹു എന്നതാണ് ഷിയാക്കൾ പ്രചരിപ്പിക്കുന്നത്. അതിന്റെ ബാക്കി പത്രമെന്നോണം നമ്മുടെ നാടുകളിൽ അവരെ പിന്താങ്ങുന്ന മറ്റു പല ആളുകളും ഇതുപോലെ പ്രചരിപ്പിക്കുന്നതായി കാണാൻ സാധിക്കും. എന്നാൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു വരുത്തി കൊലപ്പെടുത്തിയതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുവാനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഷിയാക്കൾ അവരുടെ വഞ്ചന ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മുൻകാലങ്ങളിൽ അവരുടെ അതേ വഞ്ചനയുടെ ചരിത്രം ഇന്നും ഷിയാക്കൾ മുസ്ലിമീങ്ങളുടെ രാജ്യങ്ങൾക്കെതിരിൽ പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന യാഥാർത്ഥ്യം കൂടി നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വഹാബികളോടൊപ്പം നാളെ സ്വർഗത്തിൽ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മളെ ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ. സ്വഹാബികളെ സ്നേഹിക്കുവാൻ, അവരെ ചരിത്രങ്ങളിൽ നിന്ന് നല്ല നല്ല പാഠങ്ങൾ പഠിക്കുവാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات
الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين والحمد لله رب